9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടൈം ടേബിളാണിത്. ഇതൊരു അവധി ദിവസ ടൈം ടേബിളാണ്. രാവിലെ 5 മണിക്ക് തന്നെ ഉണർന്നെഴുന്നേൽക്കാൻ ശീലിക്കണം. ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ ആദ്യം ചെയ്യേണ്ടത് ബെഡ് വിരിച്ചിടുക എന്നുള്ളതാണ്. ആ ദിവസത്തെ ഒന്നാമത്തെ ടാസ്ക് അവിടെ പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസവും സംതൃപ്തിയും തോന്നും. അടുത്തതായി ബ്രഷ് ചെയ്യണം, ഒന്ന് ഫ്രഷപ്പ് ആകണം. കുളിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ കുളിക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കണം. എനർജി ലെവൽ കൂട്ടണോ എങ്കിൽ ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കണം. ഇനി ബ്രീത്തിങ് എക്സസൈസോ മെഡിറ്റേഷനോ ചെയ്യണം. പഠനത്തിന് മുമ്പ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. ബ്രീത്തിങ് എക്സസൈസിലൂടെ മെഡിറ്റേഷനിലൂടെ ധാരാളം ഓക്സിജൻ ശരീരത്തെത്തുന്നു. ഇനിയും വ്യായാമം, ഒരു 10 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം. തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഇത് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. 5. പ്ലാൻ യുവർ ഡേ. അന്നേ ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു വ്യക്തത മനസ്സിലുണ്ടായിരിക്കണം. ഓരോ ടാസ്കും പൂർത്തിയായി കഴിയുമ്പോൾ ടിക്ക് മാർക്ക് ചെയ്യണം. 6 AM to 8 AM ഫസ്റ്റ് സ്റ്റഡി സെഷൻ. ഏറ്റവും പ്രയാസമെന്ന് തോന്നുന്ന വിഷയങ്ങളാണ് ഈ സമയത്ത് പഠിക്കേണ്ടത്. 25 മിനിറ്റ് മാത്രം പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. വെള്ളം കുടിക്കണം, സ്നാക്സ് കഴിക്കണം, വ്യായാമം ചെയ്യണം. ഇങ്ങനെ ബ്രേക്കുകൾ എടുത്ത് 2 മണിക്കൂറെങ്കിലും പഠിക്കണം. വിഷയങ്ങൾ മാറി മാറി പഠിക്കണം. 8 AM to 9 AM ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രേക്കാണ്. 9 to 11 അടുത്ത സ്റ്റഡി സെഷനാണ്. മാത്സ്, ഫിസിക്സ് പോലെ എഴുതി പഠിക്കേണ്ട വിഷയങ്ങളാണ് ഈ സമയത്ത് പഠിക്കേണ്ടത്. അടുത്ത 1 മണിക്കൂർ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. 12 PM to 2 PM ലഞ്ച് ബ്രേക്ക്. 2 മുതൽ 2:30 വരെ ഒരു ചെറിയ പവർ നാപ്പ് എടുക്കാം. 2:30 മുതൽ 4:30 വരെ അടുത്ത സ്റ്റഡി സെഷനാണ്. എഴുതി പഠിക്കാം, വരച്ചു പഠിക്കാം, ഹോംവർക്കുകൾ ചെയ്യാം. 4:30 മുതൽ 5:30 വരെ ടീ ബ്രേക്കാണ്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാം. 5:30 മുതൽ 6:30 വരെ കളികൾക്കായി വിനിയോഗിക്കണം. കളി കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷപ്പായി 7 മണിക്ക് തന്നെ പഠിക്കാനിരിക്കണം. ഈ സമയത്ത് പഠിക്കേണ്ടത് ലാംഗ്വേജസ് ആയിരിക്കണം. 8 PM to 9 PM ഡിന്നർ ബ്രേക്ക്. 9 PM to 10 PM റിവിഷൻ. അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒരാവർത്തിയൂടെ നോക്കണം. ഡയറി കുറിപ്പുകൾ എഴുതുന്നോർക്കാതെ എഴുതാം. ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകളൊക്കെ അടുക്കി വെക്കണം. 10 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടക്കണം.